ഹേ ദെയർ, റസ്റ്റേഷൻ സീരീസിലെ തേർഡ് വീഡിയോ ആണ് ഇത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാർഗോയും കുറച്ച് ടൂൾസും പരിചയപ്പെട്ടു. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള ലാംഗ്വേജിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റസ്റ്റിൻ്റെ കേസ് കുറച്ചൊക്കെ ഡിഫറൻ്റ് ആണ്. ഓക്കെ, ആദ്യമേ നമുക്ക് റസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ കൂട്ട് VS കോഡ് അല്ലെങ്കിൽ VS കോഡിയം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് റസ്റ്റ് അനലൈസർ ഇൻസ്റ്റാൾ ചെയ്യുക. റസ്റ്റ് അനലൈസർ ഓട്ടോ കംപ്ലീഷനും അതുപോലെ സിൻടാക്സ് ഹൈലൈറ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോഡ് LLDB എക്സ്റ്റൻഷനും ഇൻസ്റ്റാൾ ചെയ്യുക. ഈ രണ്ട് എക്സ്റ്റൻഷൻ മതി ഡിഫോൾട്ടായിട്ട്. കോഡ് LLDB എക്സ്റ്റൻഷൻ നമ്മളെ ഡീബഗിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യമേ നമുക്ക് വേരിയബിൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വേരിയബിൾസ് ജസ്റ്റ് കണ്ടെയ്നേഴ്സ് ആയിട്ട് വിചാരിച്ചാൽ മതി. പല ടൈപ്പ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നർ, നമ്പേഴ്സ്, ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, നമ്മൾ ഫങ്ഷൻ മെയിൻ ലെറ്റ് നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ = 6 എന്ന് പറഞ്ഞ് സെമിക്കോളൻ ക്ലോസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും I32 എന്ന് പറഞ്ഞ് ഇത് ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്പർ കഴിഞ്ഞിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്റ്റിൻ്റെ ലാംഗ്വേജ് സെർവർ ഡിഫോൾട്ടായിട്ട് ഒരു ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുത്തതാണ്. റസ്റ്റിൻ്റെ അനലൈസർ അല്ലെങ്കിൽ റസ്റ്റിൻ്റെ ലാംഗ്വേജ് സെർവർ ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ റസ്റ്റ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പം അതിന് ഒരു ഡേറ്റ ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇവിടെ I32 അല്ലെങ്കിൽ സൈൻഡ് ഇൻറ്റീജർ 32 ബിറ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. നമ്മൾ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് സംസാരിക്കുമ്പം ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ln നമ്പർ, ഞാൻ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. കർലി ബ്രാക്കറ്റ് നമ്പർ എന്നിട്ട് സെമിക്കോളൻ വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഞാനിങ്ങനെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി. സോ മെയിനായിട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിൾ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയത്. സോ ഞാൻ ജസ്റ്റ് കൺട്രോൾ ടിൽഡ് അടിക്കുന്നു. എന്നിട്ട് ഞാനിത് കൺവീനിയൻസിനായിട്ട് ഇത് ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, സോ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് കാർഗോ റൺ കൊടുക്കുന്നു. കാർഗോ റൺ എടുക്കുമ്പോഴത്തേക്കിനും നമ്പർ = 6 എന്നും പറഞ്ഞു വന്നു. ഫസ്റ്റ് ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് I32 എന്നും പറഞ്ഞ് ഇതിൻ്റെ ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുത്തു. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഇത് I32 അല്ല, ഇത് U32 ആണ്, അല്ലെങ്കിൽ അൺസൈൻഡ് ഇൻറ്റീജർ 32 ബിറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. ബട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ തൽക്കാലം I32 കണ്ടിരിക്കട്ടെ. നമ്മൾ ഡേറ്റ എനിക്കറിയാം ഇതിനകത്ത് കുറേ ഡൗട്ടുകളും കുറേ സംശയങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് നമ്മൾ ഡേറ്റ ടൈപ്സ് കവർ ചെയ്യുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു കേസിൽ ജസ്റ്റ് ഒരു വേരിയബിളും കൂടെ ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാനായിട്ട്, ഒരു കാര്യം കാണിക്കാനായിട്ട് നമ്പർ = 8 എന്നിട്ട് പ്രിൻ്റ് ലൈൻ സെയിം സംഭവം കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, സെയിം പ്രോംപ്റ്റ്. എന്നിട്ട് കാർഗോ റൺ കൊടുക്കുന്നു. സോ കാർഗോ റൺ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കനോട്ട് അസൈൻ ട്വൈസ് ടു ഇമ്മ്യൂട്ടബിൾ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മെയിനായിട്ട് റസ്റ്റിൻ്റെ കേസ് എടുക്കുമ്പം ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അത് ഇമ്മ്യൂട്ടബിൾ ആണ്. സോ നമ്മളത് മ്യൂട്ടബിൾ ആക്കണം, ചേഞ്ച് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ മ്യൂട്ടബിൾ ആക്കണം. സോ ആദ്യമേ ലെറ്റ് MUT എന്നും പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ വേരിയബിളിന്. സോ ഇത് ഇനി അങ്ങോട്ട് ചേഞ്ചബിൾ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കാർഗോ റൺ കൊടുക്കുമ്പോഴത്തേക്കിനും ഈ ഇമ്മ്യൂട്ടബിലിറ്റി ഇഷ്യൂ മാറി കിട്ടിയത് നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്പർ = 6, നമ്പർ = 8. ഓക്കെ, സോ ഈ റസ്റ്റിൻ്റെ കേസ് എടുക്കുമ്പം എല്ലാ വേരിയബിൾസും ഇമ്മ്യൂട്ടബിൾ ആയിട്ടാണ് ഡിഫോൾട്ടായിട്ടുള്ളത്. സോ ഇത് ഓൺ ദ ലോങ് റണ്ണ് നമുക്ക് എററുകൾ, ബഗ്ഗുകൾ വരുന്നത് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ക്ലീൻ കോഡ് നമുക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് യൂസ് ചെയ്യാം. നമുക്ക് വേരിയബിൾ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മ്യൂട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ മ്യൂട്ടബിലിറ്റി ജസ്റ്റ് ബൈപ്പാസ് ചെയ്യാനായിട്ട്, ബൈപ്പാസ് എന്ന് പറയാകത്തില്ല, ജസ്റ്റ് ഓക്കെ ലെറ്റ് നമ്പർ = എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. അപ്പോഴത്തേന് ഇത് വർക്കാവും. മ്യൂട്ടബിലിറ്റി ഇല്ലെങ്കിൽ പോലും ഇത് വർക്കാവും. ബട്ട് ഇത് നല്ലതായിട്ടുള്ള ഒരു വഴിയല്ല, ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സോ ലാസ്റ്റായിട്ട് നമ്മൾ കോൺസ്റ്റൻസ് കവർ ചെയ്യുന്നു. സോ കോൺസ്റ്റൻസ് എന്താണ്? കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. അതുപോലെ തന്നെ റസ്റ്റിൻ്റെ കേസ് എടുക്കുമ്പം കുറച്ച് ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആദ്യമേ ഞാൻ ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് അതിന് നേരത്തുന്നത്
എന്നിട്ട് കോൺസ്റ്റൻറ്റ് മാക്സ് സ്കോർ. ഒരു കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്യുമ്പം അപ്പർ കേസിലായിരിക്കണം എല്ലാം അസൈൻ ചെയ്യുന്നത്. അപ്പർ കേസിലായിരിക്കും നമ്മളെല്ലാം അസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് അസൈൻ ചെയ്യുമ്പം അതിൻ്റെ ടൈപ്പ് നമ്മൾ തന്നെ സ്പെസിഫിക്കലി അസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മാക്സ് സ്കോർ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് U32 എന്നും പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് = 100 സെമിക്കോളൻ. എന്നിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൂടെ ഞാൻ അസൈൻ ചെയ്ത് നിന്നിട്ട് മിനിമം സ്കോർ എന്നിട്ട് ഇത് I32 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്യുന്നു. എന്നിട്ട് = -50 എന്നിട്ട് നേരത്തെ ഉള്ള പ്രോംപ്റ്റ് പോലെ തന്നെ പ്രിൻ്റ് എല്ലാം വാല്യൂ കിട്ടാനായിട്ട് എന്നിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാനിത് കാർഗോ റൺ കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ വാല്യൂസ് എന്താണോ അത് വന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഭയങ്കര മിനിമലായിട്ടും ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ബേസിക്കായിട്ടുള്ള ടെർമിനോളജീസ് പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്കോപ്പും ഡാറ്റ ടൈപ്സും കവർ ചെയ്യുന്നതായിരിക്കും. ലിങ്ക്സ്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് അല്ലാതുള്ള മെറ്റീരിയൽസ്, ഇതൊക്കെ ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് റസ്റ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വ്യത്യാസമെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും താങ്ക് യു.